ഈ ഒരു റിസോർട്ടിലെ തന്നെ ഓൾറെഡി നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ സിംഗിൾ കോട്ടേജിൻ്റെയും റിവ്യൂ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഇവിടെ കാണുമ്പോൾ മൊത്തത്തിലുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ 2 ബെഡ്റൂം കോട്ടേജാണ് വിത്ത് കിച്ചൺ ഫെസിലിറ്റീസ്. നമുക്കുള്ളിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരും. നമ്മൾ ആദ്യം കയറി വരുന്നത് ഇവിടുത്തെ ഈ ഒരു കോമൺ ഹാളിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് 2 സോഫയും അതേപോലെ തന്നെ ചെറിയൊരു ടേബിളും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. പിന്നെ കാണാൻ സാധിക്കും ഒരു ടിവിയും അതേപോലെ തന്നെ ഫാനും ഈ ഒരു കോമൺ ഹാളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 BHKയിൽ നിങ്ങൾക്ക് വൈഫൈയും അവൈലബിൾ ആണ്. ഇവിടുത്തെ ആദ്യത്തെ റൂം കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് കുറവാണ്, എങ്കിലും ഇതിൽ ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെഡൊക്കെ വളരെ പ്രോപ്പറായിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു മിനി ടേബിളും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഷെൽഫും കൊടുത്തിരിക്കുന്നത് കാണാം. 2 റൂമുകളും നോൺ AC റൂമുകളാണ്. അതിന് പകരമായിട്ട് അവർ വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. ബേസിക് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിറർ, വാഷ് ബേസ്, വേസ്റ്റ് ബിന്ന് എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ റൂം ഒന്ന് കാണാം. ആദ്യം കണ്ട റൂമിനേക്കാൾ കുറച്ചുകൂടെ സൈസുള്ള ഒരു റൂമാണ് രണ്ടാമത്തെ റൂം. ബെഡൊക്കെ നോക്കുവാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ട് അവർ ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് മിനി ടേബിളും അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഗേജോ മറ്റോ കാര്യങ്ങളോ സൂക്ഷിക്കാനുണ്ടെങ്കിൽ അത് ഈ ഒരു ഷെൽഫിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ റൂമിൽ എക്സ്ട്രാ ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോട്ടേജിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കിച്ചൺ ഫെസിലിറ്റീസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കബോർഡിലായിട്ടും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു 2 BH കോട്ടേജിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരിക. നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ബുക്കിംഗ് ഡീറ്റെയിൽസ്, അതായത് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയച്ചു തരിക. അതോടൊപ്പം ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി വയനാട്ടിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഊട്ടി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലെ റിസോർട്ടുകൾ ഞങ്ങൾ നേരിട്ട് പോയി കാണുകയും കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ യാത്രകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റിസോർട്ടിലെ റിവ്യൂവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.